ലോക്സഭാംഗമായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തതോടെ തികഞ്ഞ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് വയനാട് മണ്ഡലം. രാത്രിയാത്രാ നിരോധനം മുതൽ വന്യജീവി ആക്രമണം വരെയുള്ള വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മധുരം നൽകിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് UDF പ്രവർത്തകർ ആഘോഷിച്ചത്. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूं, പ്രിയങ്ക ഗാന്ധി MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പായസവും ലഡ്ഡുവും നൽകിയാണ് വയനാട് മണ്ഡലത്തിലെ പ്രവർത്തകർ ആ നിമിഷത്തെ വരവേറ്റത്. ഒപ്പം കുന്നോളം പ്രതീക്ഷകളും വോട്ടർമാർ വെച്ചുപുലർത്തുന്നു. രാത്രിയാത്രാ നിരോധന പ്രശ്നം, മെഡിക്കൽ കോളേജ് വികസനം, നഞ്ചൻകോട് റെയിൽപാത, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം എന്നിവയെല്ലാം പ്രിയങ്ക സമയബന്ധിതമായി ഇടപെടേണ്ട വിഷയങ്ങളായി ജനങ്ങൾ കാണുന്നു. ഒന്നാമതായി വയനാട് മെഡിക്കൽ കോളേജ് അറിയാലോ. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ രാത്രിയാത്രാ നിരോധനം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുമെന്ന് ഞങ്ങൾ വയനാട്ടുകാർ ഏറെ പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വയനാട്ടിലുണ്ട്. അതൊക്കെ പ്രിയങ്ക ഗാന്ധിയിൽ കൂടി നിറവേറ്റാൻ കഴിയുമെന്നാണ് വിശ്വാസം. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറത്തെ നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ മേഖലകൾ തിരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് സമ്മാനിച്ചത്. വിവിധ കാരണങ്ങളാൽ ഇഴഞ്ഞു നീങ്ങുന്ന പദ്ധതികൾക്ക് വേഗം വേണമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. ഡയാലിസിസ് സെൻറ്റർ അനുവദിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നടക്കുന്നത്. അത് അടിയന്തരമായി പൂർത്തീകരിക്കാൻ സാമ്പത്തികമായി ചെറിയ സഹായം കൂടി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വോട്ടർമാർക്ക് നന്ദി പറയാൻ നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തും. ചരിത്ര ഭൂരിപക്ഷം നൽകിയതുപോലെ ഈ വരവ് ഒരു ചരിത്ര സംഭവമാക്കാൻ കൂടി ഒരുങ്ങുകയാണ് പ്രവർത്തകർ. 24 മലപ്പുറം, വയനാട്.